بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن والاه ما بعد. اللهم انفعنا بما علمتنا وعلمنا بما ينفعنا وزدنا علما. اللهم اجعل القرآن العظيم ربيع قلوبنا ونور صدورنا. اللهم ذكرنا منه ما نسينا وعلمنا منه ما جهلنا. മേലെ റബ്ബ് സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരെയും ഒരുമിച്ച് കൂട്ടിയതുപോലെ അള്ളാഹുവിൻ്റെ സ്വർഗ്ഗത്തിൻ്റെ ഉന്നതങ്ങളിൽ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. നാം ഓരോരുത്തരെയും അള്ളാഹുവിൻ്റെ ദീനുൽ ഇസ്ലാം ആഴത്തിൽ പഠിക്കാൻ, പരിശുദ്ധ ഖുർആൻ ഏറ്റവും നല്ല നിലയിൽ പഠിച്ച് മനസ്സിലാക്കി അമൽ ചെയ്യാൻ, ഇസ്സത്തോടെ നിലപാടായി സ്വീകരിക്കാൻ റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ആമീൻ. യഥാർത്ഥത്തിൽ സൂര്യൻ ഉദിച്ചാൽ പിന്നെ ചന്ദ്രന് സ്ഥാനമില്ല എന്നാണ്. പിന്നെ സൂര്യനും ചന്ദ്രനൊക്കെ ഒരുമിച്ച് ഉദിച്ച ഈ സദസ്സിൽ ഇവിടെ ഞാൻ സംസാരിക്കുന്നതിൽ പ്രസക്തിയില്ല എന്ന് 100% അറിയുന്നത് കൊണ്ട് തന്നെ ഞാൻ ഒഴിവ് പറഞ്ഞതാണ്. പക്ഷേ സുബ്ഹാനല്ലാഹ്, ഈ ഒരു സദസ്സ് കാണുമ്പോഴും ഇതിനെക്കുറിച്ച് മുമ്പ് അറിയുമ്പോഴൊക്കെ തന്നെ ഞാൻ വളരെയധികം എക്സൈറ്റഡ് ആയിരുന്നു. കാരണം ഇങ്ങനെ ഈ മക്കൾ ഒരുമിച്ച് കൂടിയിരിക്കുക, അവളുടെ രക്ഷിതാക്കൾ നാളെ താജുൽ വഖാർ വാങ്ങുന്നതിൻ്റെ മുന്നോടിയായി ഒരു തയ്യാറെടുപ്പോടെ നടത്തുക എന്നൊക്കെ പറയുന്നത് സുബ്ഹാനല്ലാഹ് ഖുർആനികമയം, ഖുർആനീയം, അത് വല്ലാത്ത ഒരു അനുഭൂതി തന്നെയാണ്. അതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഷഹ്സാൻ അറിയാം, നമ്മളെ ഓഫീസിൽ അവിടെ പരിസരത്തൊക്കെ കുറേ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും അത് മാറ്റിവെച്ച് വന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഈ ഒരു സദസ്സിൻ്റെ ഭാഗമാകണം, ഇതിൽ നിന്ന് ലയിച്ച് ചേരണം എന്നുള്ള ചിന്തയിൽ തന്നെയാണ്. എന്തായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാവട്ടെ, തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ആമീൻ. വളരെ ചെറിയ 1-2 കാര്യങ്ങൾ ഇവിടെ കയറിയ സ്ഥിതിക്ക് പറയാം എന്ന് വിചാരിക്കുകയാണ്. ഒന്നാമത്തേത്, രക്ഷിതാക്കളായ നമ്മൾ ഓരോരുത്തരും നമ്മുടെ കുട്ടികളെ എത്രാം ക്ലാസ് വരെയാണ് പഠിപ്പിക്കുക? ഈ UKG കൊണ്ട് പഠനം നിർത്താം എന്ന് കുട്ടികളോട് പറയുന്ന രക്ഷിതാക്കൾ ആരെങ്കിലും ഉണ്ടോ? പോട്ടെ, 10ാം ക്ലാസ് വരെ പഠിച്ചാൽ മതി, അതിനപ്പുറത്തേക്ക് പഠിക്കണ്ട എന്ന് പറയുന്ന രക്ഷിതാക്കളുണ്ടോ? നമ്മൾ കുട്ടികളെ എന്ത് ചെയ്യും? +2 വരെയും, അതിനപ്പുറത്തേക്ക് ഡിഗ്രി വരെയും, അതിനപ്പുറത്തേക്ക് PG വരെയും, അതിനപ്പുറത്തേക്ക് PhDയും, അതിനപ്പുറത്ത് പോസ്റ്റ് PhDയും ഒക്കെ എടുക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നവരാണ്. ഇതിൻ്റെ കാരണം എന്താണ്? നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് നമ്മുടെ പൊന്നുമക്കൾ ഈ ദുനിയാവിൽ ഇസ്സത്തോടെ ജീവിക്കണം, ആരുടെ മുന്നിൽ തലകുനിക്കാൻ പാടില്ല, നമ്മുടെ മക്കളുടെ ലൈഫ് സെറ്റിൽഡ് ആവണം എന്നുള്ളൊരു ചിന്തയിലാണല്ലോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ദുനിയാവിലെ ജീവിതം 60-70 വർഷമാണെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയത്. അള്ളാഹു നമുക്ക് എല്ലാവർക്കും അള്ളാഹുവിന് അനുസരണയുള്ള ആഫിയത്തുള്ള ഇസ്സത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ആമീൻ. അപ്പോൾ 60-70 വർഷം ജീവിക്കാൻ നമ്മുടെ കുട്ടിയുടെ ജീവിതത്തിലെ 20-25 വർഷം അവനെ പഠിപ്പിക്കുമെങ്കിൽ ബുദ്ധിയുള്ള, യുക്തിയുള്ള, ചിന്തിക്കുന്നവരായ, പ്രബുദ്ധരായ രക്ഷിതാക്കളെ നമ്മൾ എത്രത്തോളം ആഖിറത്തിലേക്ക് വേണ്ടി പഠിപ്പിക്കണം. അവിടെ 60-70 വർഷമാണോ? മറിച്ച് കടലിൻ്റെ മുന്നിൽ പോയി നിന്ന് കടലിലേക്കൊരു സൂചി മുക്കി പൊക്കുമ്പോൾ ആ സൂചിയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന വെള്ളം മാത്രമാണ് ദുനിയാവെങ്കിൽ, അത്ര നിസ്സാരമാണ് ദുനിയാവെങ്കിൽ, ആ വിശാലമായ ബഹർ, ആ കടല്, അതാണ് ആഖിറമെങ്കിൽ, യുക്തിയുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ കുട്ടിയുടെ ഇസ്സത്തിന് വേണ്ടിയിട്ട്, അവൻ്റെ ലൈഫിന് വേണ്ടിയിട്ട് ഈ 70 വർഷത്തേക്ക് 30-25 വർഷം പഠിപ്പിക്കുന്ന നമ്മൾ ഈ കാലാകാലമായ ആഖിറത്തിലേക്ക് വേണ്ടി നമ്മുടെ കുട്ടികളെ എത്രത്തോളം പഠിപ്പിക്കേണ്ടതുണ്ട്, എത്ര ടൈം ഖുർആന് വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടതുണ്ട്, മറ്റു വിഷയങ്ങളെക്കാൾ ഖുർആൻ എത്ര അധികം പ്രാധാന്യം നൽകേണ്ടതുണ്ട് എന്നുള്ളത് ചിന്തിക്കൽ വളരെ അനിവാര്യമായ കാര്യമാണ്. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഖത്തറിൽ മലയാളികൾക്ക് ATM പള്ളി എന്ന് പറയുന്നൊരു പള്ളിയുണ്ട്. അപ്പോൾ ആ പള്ളിയിൽ അസർ നിസ്കരിക്കാൻ പോയി തിരിച്ചു വരുമ്പോൾ ഒരു കുട്ടിയെ കണ്ടു. അവന് ഏകദേശം 8 വയസ്സാണ്. അവൻ്റെ പേര് യൂസഫ് എന്നാണ്. അവന് US അമേരിക്കൻ പൗരനാണ് കുട്ടി, ഖത്തറിലാണ് താമസം. അപ്പോൾ അവനോട് ഞാൻ ചോദിച്ചു, മോൻ എനിക്ക് എന്തിനാണ് ഖുർആൻ പഠിക്കുന്നത്? അപ്പോൾ അവൻ പറഞ്ഞൊരു കാര്യം, അവൻ്റെ ചിന്ത സ്വർഗം അല്ലെങ്കിൽ കുറേ പ്രതിഫലം എന്നതിനപ്പുറത്തേക്ക് അവൻ പറഞ്ഞ എന്താ അറിയോ? നല്ലൊരു മനുഷ്യനാകാൻ വേണ്ടി എന്നാണ് ഖുർആൻ പഠിക്കുന്നത്. നല്ലൊരു മനുഷ്യനാകാൻ വേണ്ടി എന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്, ആ ഒരു ചിന്തയെങ്കിലും ഏറ്റവും മിനിമം ലെവലിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ നമുക്ക് വിജയിക്കാൻ വേണ്ടി സാധിക്കും. തീർച്ചയായും അതിനപ്പുറത്തേക്കാണ് അള്ളാഹു നമുക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന റിവാർഡ്സ്, അള്ളാഹു നമുക്ക് അതിനപ്പുറത്തേക്കാണ് ഒരുക്കി വെച്ചിരിക്കുന്ന സൗകര്യങ്ങൾ. പക്ഷേ നല്ലൊരു മനുഷ്യനാകാനാണ് ഖുർആൻ പഠിക്കുന്നതെന്ന് പറയുമ്പോൾ സുബ്ഹാനല്ലാഹ്, അതിൻ്റെ ഒരു വ്യാപ്തി, വിശാലത നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ഖുർആൻ പഠിച്ചു കഴിഞ്ഞാൽ
ഈ ദുനിയാവിൽ തന്നെ അള്ളാഹു ഇസ്സത്ത് നൽകും. ഈ ദുനിയാവിൽ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല വലിയ അന്തസ്സ് നൽകും. ഈ ദുനിയാവിൽ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല സ്ഥാനമാനങ്ങൾ നൽകും. അതിനപ്പുറത്തേക്ക് നല്ല ഒരു പൗരനായി മാറാൻ, നല്ലൊരു മനുഷ്യനായി മാറാൻ, നല്ലൊരു മുസ്ലിമായി മാറാൻ സാധിക്കും എന്ന 8 വയസ്സുള്ള യൂസുഫ് തിരിച്ചറിയെങ്കിൽ സുബ്ഹാനല്ലാഹ്, നമ്മൾ ഓരോരുത്തരും ആ വിഷയം വളരെ കൃത്യമായി മനസ്സിലാക്കാനും അത് ഉൾക്കൊള്ളാനും തയ്യാറാകണം എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്തെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ നമ്മുടെ വാഫി ഷിഹാദ് അദ്ദേഹം ഇവിടെ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അതിൽ പറഞ്ഞൊരു വിഷയമാണ് കുട്ടികൾക്ക് നമ്മൾ റിവാർഡ്സ് കൊടുക്കണമെന്നുള്ളത്. ശരിക്കും ഇത് അള്ളാഹുവിൻ്റെ ശൈലിയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല എത്ര തവണയാണ് പരിശുദ്ധ ഖുർആനിൽ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് എന്തുണ്ട്? സ്വർഗമുണ്ട്, നിങ്ങൾക്ക് റബ്ബിനെ കണ്ടുമുട്ടാൻ വേണ്ടി സാധിക്കും. ഫമൻ കാന യർജു ലിഖാഅ റബ്ബിഹി ഫൽയഅമൽ അമലൻ സാലിഹാ. നിങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്യുക, എന്നാൽ നിങ്ങൾക്ക് റബ്ബിനെ കണ്ടുമുട്ടാൻ സാധിക്കും. അള്ളാഹുവിൻ്റെ ലിഖാ നിങ്ങൾക്ക് ലഭിക്കും, സ്വർഗം ലഭിക്കും. എത്ര ഭാഗത്താണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മൾ ഈ പറയപ്പെട്ട റിവാർഡ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട്, അതിൽ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് മനുഷ്യൻ പ്രവർത്തിക്കാൻ തയ്യാറാകുന്നെങ്കിൽ സുബ്ഹാനല്ലാഹ്, കുഞ്ഞു മക്കളുടെ ഹൃദയങ്ങളിൽ നമ്മൾ ചില ചിന്തകൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ, ഈ പ്രതിഫലത്തെക്കുറിച്ച് ചിന്തകൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ, ചെറിയ ചെറിയ സമ്മാനങ്ങൾ നമ്മൾക്ക് കൈമാറിക്കഴിഞ്ഞാൽ എത്ര വലിയ മാറ്റങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കുമെന്നുള്ളത് മനസ്സിലാക്കണം. പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ ഒരു അറിയപ്പെട്ട ഷെയ്ഖുണ്ട്, 15ഓളം ഇസ്ലാമിക രാജ്യങ്ങളിൽ 10 വർഷത്തിന് മേലെ റിസർച്ച് ചെയ്ത് അദ്ദേഹം ഒരു പ്രോപ്പർ ഖുർആൻ ലേണിംഗ് സിസ്റ്റം ഡെവലപ്പ് ചെയ്ത ആളാണ്. അദ്ദേഹത്തിൻ്റെ പേരാണ് അബ്ദുൽ ഖാദിർ അൽ ഉസ്മാൻ, ഒരു അടുത്ത സുഹൃത്തു കൂടിയാണ്. അപ്പം അദ്ദേഹത്തോട് ഒരിക്കൽ കുട്ടികളുടെ വിഷയങ്ങൾ അവരുടെ ഹലക്കയുമായി, അവരുടെ ഖുർആൻ പഠനവുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഈ ഒരു കാലഘട്ടത്തിൽ ഒരു കുട്ടി ഖുർആൻ പഠന സംവിധാനത്തിൽ നിന്നും, ദീനി പഠന സംവിധാനത്തിൽ നിന്നും അകന്നു പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തല്ല? അവൻ ഖുർആൻ പഠിച്ചില്ല എന്നുള്ളതല്ല, മറിച്ച് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അവനെ നമുക്ക് നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ്. അവൻ്റെ ധാർമ്മിക വശം, അവൻ്റെ ഒരു മാനുഷിക മൂല്യങ്ങൾ ചോർന്നു പോകുന്ന അവസ്ഥയിലേക്ക് ചെന്നെത്തും എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം എൻ്റെ ഓർമ്മയിലേക്ക് വരുന്നത്, ഒരിക്കൽ ഒരു സുഹൃത്തിനെ പരിചയപ്പെട്ടു. അദ്ദേഹം 28 വയസ്സുള്ളൊരു വ്യക്തിയാണ്, ഡ്രഗ് അഡിക്റ്റാണ്. അദ്ദേഹത്തെ അവസാനമായി രക്ഷിതാക്കൾ ആ ഒരു ഡി അഡിക്ഷൻ സെൻ്ററിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടി ചെന്ന സമയത്ത് ഈ കുട്ടിയുടെ, അല്ലെങ്കിൽ ഈ മനുഷ്യൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്, ഡ്രഗ്സിൻ്റെ ഉപയോഗം കാരണം സ്വബോധം നഷ്ടപ്പെട്ട് വായിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഒലിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. പക്ഷേ അവൻ്റെ കയ്യിൽ എന്താ ഉണ്ടായിരുന്നറിയോ? അവൻ്റെ കയ്യിൽ ഖുർആൻ ഉണ്ടായിരുന്നു. ആ ഖുർആനെ നെഞ്ചോട് ചേർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ജീവിതത്തിൻ്റെ പല സാഹചര്യങ്ങൾ അവനെ പല അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചു. പക്ഷേ സുബ്ഹാനല്ലാഹ്, ചെറുപ്പത്തിൽ ആ രക്ഷിതാക്കൾ ഹൃദയത്തിൽ കയറ്റിക്കൊടുത്ത ഖുർആൻ, അതിൻ്റെ വെളിച്ചം അണയാതെ അവൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നു. ഇന്ന് സുബ്ഹാനല്ലാഹ്, അദ്ദേഹം അവസ്ഥകൾ മാറി. അദ്ദേഹം സുബ്ഹാനല്ലാഹ് ഒരു സ്ഥാപനത്തിൽ പോയി പഠിക്കാൻ തയ്യാറായി. ജീവിതം മാറി മറിഞ്ഞു. വളരെ ഇസ്സത്തുള്ള ജീവിതം ഇന്ന് ഇസ്ലാമിൻ്റെ സിരാ കേന്ദ്രങ്ങളിൽ, മസ്ജിദുൽ ഹറാമിലും മസ്ജിദുൽ നബവിയിലും അടക്കം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. സമാനമായ മറ്റൊരു വ്യക്തിയുണ്ട്. ഇദ്ദേഹം ഈ പറഞ്ഞതുപോലെ വളരെ അധികം മോശപ്പെട്ട അവസ്ഥയിൽ ജീവിച്ച ആളാണ്. എത്രത്തോളം അവരുടെ വീട്ടിലൊരിക്കൽ ഒരു വണ്ടി വാങ്ങിയപ്പോൾ ആദ്യമായി വണ്ടിയിൽ എന്ത് ചെയ്തു? ഖുർആൻ പ്ലേ ചെയ്തു. ആ ദേഷ്യത്തിൽ, ഖുർആൻ കേട്ട ദേഷ്യത്തിൽ ഒറ്റ പഞ്ചിന് ആ സിസ്റ്റം, സ്റ്റീരിയോ സിസ്റ്റം ഇടിച്ച് പൊട്ടിച്ച് കളഞ്ഞ ആളാണ്. പക്ഷേ സുബ്ഹാനല്ലാഹ്, ആ ഖുർആൻ, ചെറുപ്പത്തിൽ കൊടുത്ത ഖുർആൻ പിന്നത് പ്രവർത്തിച്ചു. ആ ഖുർആൻ സുബ്ഹാനല്ലാഹ് അണയാതെ അവൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നു. എത്രത്തോളം മാറ്റങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സുബ്ഹാനൽ മലിക്കുൽ ഖുദ്ദൂസ് ഇന്ന് മസ്ജിദുൻ നബവിയിൽ പഠിച്ച് ഹാഫിളായി തൻ്റെ അനിയന്മാരെ അവിടെ കൊണ്ടുവന്നു, തൻ്റെ കസിൻസിനെ മൊത്തം അവിടെ കൊണ്ടുവന്നു. സുബ്ഹാനല്ലാഹ്, പരിശുദ്ധ ഖുർആനിൻ്റെ മയത്തിൽ ജീവിക്കുന്ന ഖുർആനിക അന്തരീക്ഷം ആ വീട്ടിലും ആ കുടുംബത്തിലും പ്രകാശം വിതരുന്ന അവസ്ഥയാണ് ഉള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് സ്വന്തത്തിന് വേണ്ടിയിട്ട്, നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ഖൈർ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അത് ദുനിയാവിൻ്റെ ഖൈറാവട്ടെ, ആഖിറത്തിൻ്റെ ഖൈറാവട്ടെ, അത് എന്തെങ്കിലും ഒരു എക്കണോമിക്കൽ ലെവലിലതാവട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ദാമ്പത്യപരമായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെ സാമൂഹികപരമായിട്ടുള്ള എന്ത് തരത്തിലുള്ളതുമാവട്ടെ, എന്ത് ഖൈറും നമ്മൾ, എത്ര ചെറിയ ഖൈറും എത്ര വലിയ ഖൈറും നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമെന്നുള്ളത്, ഷെയ്ഖ് അബ്ദുർ റഷീദ് സൂഫി ഹഫിദഹുല്ലാഹ്, ഖുർആനിക മേഖലയിലുള്ള വളരെ വലിയൊരു പണ്ഡിതനാണ്. ഖത്തറിലാണ് അദ്ദേഹം ഉള്ളത്. അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ ഉപ്പ അദ്ദേഹത്തിന് കൊടുത്തിട്ട് നസീഹത്താണ്, ഇൻ അറത്ത ദുനിയ,
നീ ദുനിയാവ് ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഫഅലൈക ബിൽ ഖുർആൻ, നീ ഖുർആൻ മുറുകെ പിടിക്കണം. വഇൻ അറദ്തൽ ആഖിറ, നീ പരലോകമാണ് ഉദ്ദേശിക്കുന്നതെങ്കിലോ ഫഅലൈക ബിൽ ഖുർആൻ, നീ ഖുർആൻ മുറുകെ പിടിക്കണം. വഇൻ അറദ്തഹുമാ മഅൻ, ഇനി പരലോകവും ഈ ദുനിയാവും, നമ്മളൊക്കെ ദുആ ചെയ്യില്ലേ ഇരുലോകം നന്നാക്കി തരണേ എന്നുള്ളത്, ഈ ഇരുലോക വിജയം കരസ്ഥമാക്കണമെങ്കിലോ ഫഅലൈക ബിൽ ഖുർആൻ, ഖുർആൻ മുറുകെ പിടിച്ചാൽ മതി. അതുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്ന അവസ്ഥയുണ്ട്, അല്ലിമു അത്ഫാലകുമുൽ ഖുർആൻ, നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ ഖുർആൻ പഠിപ്പിക്കണം. വൽ ഖുർആൻ യുഅല്ലിമുഹു കുൽ ഷൈ, പരിശുദ്ധ ഖുർആൻ അവരെ എല്ലാം പഠിപ്പിക്കും, ഖുർആൻ അവരെ എല്ലാം പഠിപ്പിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഖുർആനുമായിട്ടുള്ളൊരു ബന്ധമുണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കണം. നേരത്തെ വാഫി പറഞ്ഞതുപോലെ തന്നെ പരിശുദ്ധ ഖുർആനിലേക്ക് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ആസ്വാദന തലമുണ്ട്. അതിനെ നമുക്കിങ്ങനെ ആസ്വദിച്ച് പാരായണം ചെയ്യാൻ, അതിനെ ആസ്വദിച്ച് കേൾക്കാൻ, അതിൻ്റെ ആശയങ്ങളിലേക്ക് ലയിച്ചു ചേരാൻ നമുക്ക് സാധ്യമാകുന്ന അവസ്ഥകൾ വന്നു ചേരാനുണ്ട്. ഒരിക്കലും അതിൽ നിന്നും നമ്മുടെ കുട്ടികളെ നമ്മൾ അകറ്റിക്കളയരുത്. എങ്ങനെ അകറ്റിക്കളയരുത്? ഒന്ന്, ഖുർആനാകുന്ന ഈ മാജിക്കൽ യൂണിവേഴ്സ് അവർക്ക് അൺലോക്ക് ചെയ്ത് കൊടുക്കാതെ, അവരുടെ മുന്നിൽ തുറന്നു കൊടുക്കാതെ, സാധ്യതകൾ അടച്ചു വെച്ചുകൊണ്ട് അവരെ നമ്മൾ ആക്രമിക്കരുത്. രണ്ടാമത്തേത്, ഖുർആൻ പഠന മേഖലയിൽ അവരെ വെറുപ്പിച്ചുകൊണ്ട്, അവരുടെ താല്പര്യം നശിപ്പിച്ചുകൊണ്ട് ആ ഒരു ഭാഗ്യം അവർക്ക് നമ്മൾ നശിപ്പിച്ച് കളയരുത്. ഞാനടങ്ങുന്ന രക്ഷിതാക്കൾ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ചെറിയൊരു വിഷയം, ഒരു കഥ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം. ഒരിക്കൽ ഒരു കിതാബുണ്ട്, 70 തരീഖതൻ യജ്അലു വലദക യുഹിബ്ബു ഹിഫ്ദൽ ഖുർആൻ, അബ്ദുള്ള മുഹമ്മദ് അബ്ദുൽ മുഅത്തി എന്ന് പറയുന്ന ഒരു ഗ്രന്ഥകാരൻ്റെ ഗ്രന്ഥമാണിത്. അതിൽ അദ്ദേഹം 70 മാർഗങ്ങൾ, കുട്ടികൾ ഖുർആനെ ഇഷ്ടപ്പെടേണ്ട, കുട്ടികളെ ഖുർആൻ പഠനം ഇഷ്ടപ്പെടുത്താൻ കഴിയുന്ന 70 മാർഗങ്ങളെക്കുറിച്ച് സംസാരിക്കുകയാണ്. അതിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരിക്കലൊരു കുട്ടി വന്നിട്ട് ഉമ്മാനോട് ചോദിച്ചു, ഉമ്മ, അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവതരിപ്പിച്ചു എന്ന് പറയുന്ന ഖുർആൻ തന്നെയാണോ എന്നെ പഠിപ്പിക്കുന്നത്? ഒന്ന് പറഞ്ഞതേ. കുട്ടി പറഞ്ഞു, വല്ലാഹി അല്ല, എനിക്കങ്ങനെ ഫീൽ ചെയ്യുന്നില്ല. ആ കുട്ടി ഉസ്താദിനോട് ചോദിച്ചു, ഉസ്താദേ, അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവതരിപ്പിച്ച ആ ഖുർആൻ തന്നെയാണോ നിങ്ങൾ എന്നെ പഠിപ്പിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ആ ഉസ്താദ് പറഞ്ഞത് എന്താണ്? അതേ മോനെ, അതാണ്. പക്ഷെ കുട്ടി പറഞ്ഞു, വല്ലാഹ്, ഒരിക്കലുമല്ല. ഒന്ന് ആലോചിച്ച് നോക്കി, ഈ അവസ്ഥ നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടായിട്ടുണ്ടോ? അവൻ ചോദിക്കാനുള്ള കാരണം എന്താ അറിയോ? അവൻ പറയാണ്, ഇന്ന് യാദൃശ്ചികമായി പരിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത് ഞാൻ വായിച്ചു, അർത്ഥസഹിതം വായിച്ചു. അവിടെ അള്ളാഹു പരിചയപ്പെടുത്തിയ ഖുർആനാണ് നിങ്ങൾ എങ്ങനെ എന്നെ പഠിപ്പിക്കുന്നതെങ്കിൽ ഇന്നത്തെ എൻ്റെ അവസ്ഥ ഇങ്ങനെ ആയിരിക്കുമായിരുന്നില്ല. എന്താണ് അവൻ വായിച്ച ആയത്തെന്നറിയോ? അള്ളാഹു പറയാണ്, അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ത്വാഹ മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതഷ്ഖാ. പ്രവാചകരെ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ ഭാഗ്യം കെട്ടവനാകാൻ വേണ്ടിയല്ല അള്ളാഹു ഖുർആൻ അവതരിപ്പിച്ചത്. പക്ഷെ കുട്ടി പറയാണ്, വല്ലാഹി, സത്യം ചെയ്തുകൊണ്ട് പറയുന്നു, ഈ ഖുർആൻ പഠിക്കാൻ തുടങ്ങിയ അന്നു മുതൽ ഞാൻ ഭാഗ്യം കെട്ട ആളാണ്, അടിയാണ്, വെറുപ്പാണ്, ദേഷ്യമാണ്. ഈ ഖുർആൻ ഞാൻ മടുത്തു എന്ന് പറയുന്ന ഒരവസ്ഥ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് നമ്മളുടെ ചില പീഡനങ്ങളും നമ്മളുടെ ചില യുക്തിപരമല്ലാത്ത ഇടപെടലുകളും രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നുള്ള ഓവർ പ്രഷറും അധ്യാപകരുടെ ഭാഗത്തു നിന്നുള്ള പ്രോത്സാഹനമില്ലായ്മയും എല്ലാം ചേർത്ത് വെച്ച് കുട്ടികളെ ഖുർആനിൽ നിന്നും അകറ്റിക്കളയുന്ന തരത്തിൽ ചില പ്രവർത്തനങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് ഒരിക്കലും നമുക്ക് നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവാൻ പാടുള്ളതല്ല. ഇന്ന് ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത്, ഇന്ന് നമ്മളെ മറ്റേ മലപ്പുറം വേങ്ങര ഭാഗത്ത് നിന്നും ഇങ്ങോട്ടേക്ക് ഡ്രൈവ് ചെയ്ത് വരുന്ന സമയത്ത് എൻ്റെ ഒരു വിദ്യാർത്ഥിയുണ്ട്. ഞാനിപ്പോൾ അദ്ദേഹത്തിന് മാത്രമാണ് ഖുർആൻ കേൾക്കുന്നത്. അപ്പം അദ്ദേഹം ഇന്ന് ഒരു തിരക്കിൽപ്പെട്ടു, ഞാനും ഒരു തിരക്കിൽപ്പെട്ടു. ശരിക്കും നമ്മുടെ ഹൽക്ക സമയത്ത് ഇത് കേൾക്കാൻ വേണ്ടി സാധിച്ചില്ല. അങ്ങനെ വരുന്ന വഴിയിൽ ഞാൻ പറഞ്ഞു, ഓതിക്കോളം പറഞ്ഞു. അങ്ങനെ സുബ്ഹാനല്ലാഹ്, അദ്ദേഹം ഡ്രൈവിലാണ്. അദ്ദേഹം സൗദി അറേബ്യയിലെ ഒരു പട്ടണത്തിൽ നിന്നും വേറൊരു സിറ്റിയിലേക്ക് ഡ്രൈവ് ചെയ്യാണ്, ഞാൻ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഡ്രൈവ് ചെയ്യാണ്. അപ്പോൾ സുബ്ഹാനല്ലാഹ്, ആ ഡ്രൈവിങ്ങിൽ അദ്ദേഹം വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് ഓതി തരാണ്, ഞാൻ അധ്യാപകർ എന്ന നിലയ്ക്ക് ആ ഖുർആൻ ഇങ്ങനെ കേൾക്കുകയാണ്. എൻ്റെ മനസ്സിലേക്ക് വന്ന ഒരു അനുഭൂതി അത് വേറെ തന്നെയാണ്. ഖുർആൻ്റെ സദസ്സിലേക്ക് പോകുമ്പോൾ ഖുർആൻ കേട്ടുകൊണ്ട് ഖുർആൻ ചർച്ച ചെയ്യാൻ വേണ്ടി ഖുർആനിക മയത്തിൽ ജീവിക്കാൻ സാധിക്കുക എന്നുള്ളത് പ്രിയപ്പെട്ടവരെ അത് ചെറിയൊരു കാര്യമല്ല. അപ്പം അതുകൊണ്ട് നമ്മൾ സ്വയം അത് ആസ്വദിക്കുകയും നമ്മളുടെ കുട്ടികൾക്ക് ആ ഒരു സൗഭാഗ്യം നൽകി കൊടുക്കുകയും ചെയ്യണം. മദീനത്തുള്ള 8 കുട്ടികളുടെ കഥ ഞാൻ പറയാറുണ്ട്. ഷാസ്താദ് പലപ്പോഴും കേട്ടിട്ടുണ്ടാവും. 8 കുട്ടികൾ.
ഇവരുടെ പ്രത്യേകത എന്നറിയോ, ഈ കുട്ടികൾ അപ്പോൾ യുവാക്കളാണ്, അവരുടെ ചർച്ചാ വിഷയം പുതിയ വണ്ടി ഇറങ്ങി, B6 ഇറങ്ങി, അല്ലെങ്കിൽ മഹേന്ദ്ര പുതിയ വണ്ടി ഇറക്കി, വോൾവോ, അതൊന്നുമല്ല. അവരുടെ ചർച്ചാ വിഷയം, അവർ റിവ്യൂ ചെയ്യുന്നതൊക്കെ ഫുൾ എന്താണ്, പുതിയ നുഫൈസിൻ്റെ പുതിയ ഖിറാത്ത് ഇറങ്ങിയിട്ടുണ്ടോ, മുബരെ മിനിഷാവിനെ മുഹാക്കാത്ത് ചെയ്യുന്നുണ്ട്, അബ്ദുൾ റസാഖ് അൽ ബദറിൻ്റെ ഇന്ന ദർസ് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ, അല്ലെങ്കിൽ ഷെയ്ഖ് അബ്ദുൽ മഹ്സൻ ഖാസിമി ഇന്നത്തെ ഖിറാത്ത് കേട്ടോ, അദ്ദേഹത്തിൻ്റെ ആ ഒരു വേരിയേഷൻ ഒരു ശ്രദ്ധിച്ചോ. അപ്പം അങ്ങനൊരു കണ്ടപ്പോൾ വല്ലാത്തൊരു പൂതി തോന്നിപ്പോയി. പഠിച്ചവൻ എങ്ങനെ ഇപ്പോൾ ഇവർ ഇങ്ങനെ ഖുർആനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത്. ഞാൻ 8 കുട്ടികളോടും ചോദിച്ചു, 8 രക്ഷിതാക്കളോടും ചോദിച്ചു. ഞാൻ എല്ലായിടത്തും പറയുന്നൊരു കഥയാണിത്. 8 കുട്ടികളോടും ചോദിച്ചു, 8 രക്ഷിതാക്കളോടും ചോദിച്ചു, എങ്ങനെയാണ് ഈ ഒരു നിലയ്ക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഖുർആൻ കയറിപ്പോയത്? സുബ്ഹാനല്ലാഹ്. ആ കുട്ടികളും ആ രക്ഷിതാക്കളും പറഞ്ഞ ആ ഒരു ഉത്തരം, അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുത്താൽ മതി. ഞാൻ നേരത്തെ പറഞ്ഞ ആസ്വാദനത്തിലേക്ക് ഒരുമിച്ച് നമുക്ക് ചെല്ലാൻ വേണ്ടി സാധിക്കും. ആ കുട്ടികൾ പറഞ്ഞത്, ആ രക്ഷിതാക്കൾ പറഞ്ഞതിന് ആകത്തുക എന്ന് പറയുന്നത്, പ്രിയപ്പെട്ടവരെ, അവർ പരിശുദ്ധ ഖുർആൻ കേട്ടത് ഹലക്കയിലേക്ക് അവരെ കൊണ്ടുവിട്ട സമയത്തല്ല. അവർ ഖുർആൻ കേട്ടു തുടങ്ങിയത് ഹലക്കയിലേക്ക് പോയ സമയത്തല്ല, മറിച്ച് ഉമ്മ വെണ്ടക്ക മുറിക്കുമ്പോൾ, ഉമ്മ വീട്ടിൽ ക്യാരറ്റ് കട്ട് ചെയ്യുമ്പോൾ, അടുപ്പിൽ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ഖുർആൻ ഓതുമായിരുന്നു. ഉപ്പ ഡ്രൈവ് ചെയ്യുമ്പോൾ ഖുർആൻ ഓതുമായിരുന്നു. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഖുർആനിക ആയത്തുകൾ ചോദിച്ചിട്ട് ബാക്കി പറയുമ്പോൾ നിങ്ങൾക്ക് മിഠായി തരുമായിരുന്നു. ഇതാണ് അവരുടെ ഉത്തരങ്ങൾ ഉണ്ടായിരുന്നത്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ രക്ഷിതാക്കളുടെ ഭാഗത്തും ചില ഇടപെടലുകൾ ഉണ്ടാവുകയും ചില പ്രോത്സാഹനങ്ങൾ കൊടുക്കുകയും, നമ്മളെ നേരത്തെ വഫി സാറ് പറഞ്ഞതുപോലെ നമ്മളുടെ ഭാഗത്ത് ചില മാതൃകകൾ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ്, നമുക്ക് സ്വയം ആസ്വദിക്കുവാനും കുട്ടികളെ ആസ്വാദനത്തിൻ്റെ ലോകത്തേക്ക് കൈപിടിച്ചുയർത്താനും നമുക്ക് സാധ്യമാകുന്നതാണ്. അതിലൂടെ കുട്ടിക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത്, നേരത്തെ പറഞ്ഞു, പരലോകത്തേക്ക് മാത്രമല്ല ഈ ദുനിയാവിലും അവന് പൂർണ്ണമായ പ്രൊട്ടക്ഷൻ അള്ളാഹു നൽകുമെന്നുള്ളതാണ്. സാധാരണ മദീനയിൽ ഞങ്ങൾ ഹറമിലാണ് മഗ്രിബ് നിസ്കരിക്കാറുള്ളത്. ഒരിക്കലും ഞാനും എൻ്റെ സുഹൃത്ത് നാസിഫ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടി ഒരു വിഷയത്തിലേക്ക് ചർച്ചയിലേക്ക് പോയി. അഥവാ നമ്മുടെ കുട്ടികളുടെ തർബിയത്ത് എങ്ങനെയായിരിക്കണം ഈ ഒരു കാലഘട്ടത്തിൽ, ഇത്രയ്ക്കും ഒരു പ്രശ്നകുലിശിതമായ ഒരു കാലഘട്ടത്തിൽ മക്കളുടെ തർബിയത്ത് എന്ത് ചെയ്യും? അവരെ സ്കൂളിൽ വിടാൻ പറ്റുമോ? അത്രയ്ക്കും പ്രയാസമുള്ളൊരവസ്ഥ. സ്കൂളിൽ വിടാതിരിക്കാൻ പറ്റുമോ? അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ വേറെയും. സമൂഹത്തിലേക്ക് ഇറക്കാൻ പറ്റുമോ? ഇറക്കാൻ പറ്റാതിരിക്കുമോ? എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിന്ന് പോയൊരു സാഹചര്യത്തിൽ നമ്മുടെ ചർച്ച നീണ്ടു. അങ്ങനെ മഗ്രിബ് നിസ്കരിക്കാൻ ഹറമിലേക്ക് എത്തൂല എന്ന് കണ്ടപ്പോൾ തൊട്ടടുത്തുള്ള പള്ളിയിൽ നമ്മൾ മഗ്രിബ് കൂടി. സുബ്ഹാനല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞതുപോലെ, നിങ്ങൾ രണ്ടാളും സംസാരിക്കുമ്പോൾ മൂന്നാമനായ അള്ളാഹു നിങ്ങളുടെ കൂടെ ഉണ്ട് കേട്ടോ എന്ന് അള്ളാഹു പറഞ്ഞ ആ ഒരു ആയത്ത് മനസ്സിലേക്ക് ഓർമ്മ വരുമാറ് അന്ന് അവിടെ ചൊവ്വാഴ്ച ദിവസം മഗ്രിബിന് ശേഷം ഒരു ദർസുണ്ട്. ആ ദർസിൽ ഷെയ്ഖ് സംസാരിച്ച വിഷയം ഞങ്ങളുടെ ചർച്ചാ വിഷയമായിരുന്നു. ഒരുപക്ഷെ അള്ളാഹു സുബ്ഹാനഹു തആല ഞങ്ങളുടെ ഈ ചർച്ചയ്ക്ക്, ഞങ്ങളുടെ ഈ സംസാരത്തിന് ഒരു ഉത്തരം നൽകാൻ, ഞങ്ങൾക്ക് കൃത്യമായ സൊല്യൂഷൻ പറഞ്ഞു തരാൻ ഞങ്ങളെ ആ പള്ളിയിൽ നമസ്കരിപ്പിച്ചതുപോലെ അദ്ദേഹം പറഞ്ഞ ആയത്ത് ഇതാണ്. ആയത്ത് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. അള്ളാഹു സുബ്ഹാനഹു തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നു, നിങ്ങൾ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യപ്പെടുന്നിടത്തോളം കാലം وكيف تكفرون وأنتم تتلى عليكم آيات الله وفيكم رسوله, പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യപ്പെടുന്നിടത്തോളം കാലം, ഖുർആനിക ഒരു ബന്ധം നിങ്ങൾക്കുള്ളിടത്തോളം കാലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ സുന്നത്തുമായി നിങ്ങൾക്ക് ബന്ധമുള്ളിടത്തോളം കാലം നിങ്ങളെങ്ങനെ കുഫ്ർ ചെയ്യും? നിങ്ങളെങ്ങനെ കുഫ്ർ ചെയ്യും? അഥവാ കുഫ്ർ എന്ന് പറയുന്ന ഏറ്റവും മാരകമായ തെറ്റ്, ഷിർക്കിൻ്റെ ഏറ്റവും അവസ്ഥയെ പോലും അല്ലാഹു സുബ്ഹാനഹു തആല ഖുർആനിലൂടെ തടുക്കുമെങ്കിൽ ബാക്കി തെറ്റുകൾ തീർച്ചയായും പരിശുദ്ധ ഖുർആനുമായിട്ട് ബന്ധമുള്ളിടത്തോളം കാലം നമ്മളെയോ നമ്മുടെ കുട്ടികളെയോ അത് ബാധിക്കുകയില്ല എന്നുള്ള ഉറച്ച ഒരു വിശ്വാസത്തോടു കൂടി പരിശുദ്ധ ഖുർആനുമായി ബന്ധം പുലർത്തുവാൻ നാം ഓരോരുത്തരും പരിശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നതിനും കേൾക്കുന്നതിനും ഉപരി പരിശുദ്ധ ഖുർആനുമായി ജീവിതത്തിൽ ബന്ധം പുലർത്തുവാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഖുർആനിലായി ജീവിച്ച് ഖുർആനിലായി മരിക്കാൻ റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ഒരു വേളയിൽ വളരെ നിർഭയത്വത്തോടുകൂടി കളിച്ച് രസിച്ച് ആസ്വദിച്ച് ഖുർആനിക വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ പട്ടിണി മൂലം മരണപ്പെടുന്ന, വളരെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഫലസ്തീനിൽ, നമ്മുടെ ഗസയിൽ, നമ്മുടെ സ്വന്തം സഹോദരങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആല അവർക്ക് മോചനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധ ഖുർആനിലേക്കും തിരുസുന്നത്തിലേക്കും മടങ്ങുന്നതോടുകൂടെ അള്ളാഹു അവർക്ക് ഇസ്സത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ഒരു സംരംഭം ദർശു ഓൺലൈൻ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നതിൻ്റെ
പിന്നിലുള്ള പരിശ്രമവും ത്യാഗവും അതിൻ്റെ പല നേർക്കാഴ്ചകളും വളരെ അടുത്ത സുഹൃത്തെന്ന നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ സംസാരങ്ങളിലും ഉസ്താദിൻ്റെ യാത്രകളിലും ഒക്കെ ഒരു സഹയാത്രികൻ എന്ന നിലയ്ക്ക് പലപ്പോഴും ഞാൻ നേരിട്ട് കാണുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൻ്റെ പ്രചാരകരായി ഖിയാമത്ത് നാൾ വരെ ഈ ഒരു സംരംഭത്തെ നിലനിർത്തുമാറാകട്ടെ. ഖുർആനിൻ്റെ ദീനുൽ ഇസ്ലാമിൻ്റെ ഉയർന്ന പ്രകാശഗോപുരമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനെയും ഇതിൻ്റെ സംരംഭങ്ങളെയും സ്വീകരിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.